ഹായ് ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈസൂരിൽ നിന്നാണ്. മൈസൂരിലെ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത്. മൈസൂരിലേക്ക് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാണ്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഇത് റെയിൽ മ്യൂസിയം. ഞങ്ങൾ ഇതിനു മുമ്പ് മൈസൂർ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ദിസ് വാസ് എ ഫസ്റ്റ് ടൈം ആൻഡ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ പ്ലാനിലൊന്നും ഇല്ലായിരുന്നൊരു സ്ഥലമായിരുന്നു ഈ ഒരു മ്യൂസിയം. പക്ഷേ നമുക്ക് മൈസൂർ പാലസ് കുറച്ചും കൂടെ ലേറ്റായിട്ട് എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിൽ നമ്മൾ പെട്ടെന്ന് അടുത്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞ് മാത്രം സെർച്ച് ചെയ്തിട്ട് വന്നതായിരുന്നു ഇങ്ങോട്ടേക്ക്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലും അതേപോലെ ഫോട്ടോസ് ഒത്തിരി എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. ആകെ ഒരു കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷേ അവിടെ എന്തുമാത്രം സാധനങ്ങൾ അവർ വെച്ചേക്കുന്നതെന്നറിയോ. ട്രെയിനിൻ്റെ ഹിസ്റ്ററിനെ പറ്റി പഠിക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ ഏതിലാ പോകുന്നത്? എങ്ങോട്ടാ പോവാ? ഊട്ടിയിൽ പോയപ്പോൾ ടോയ് ട്രെയിനിൽ കയറണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അടിപൊളി ബമ്പർ ലോട്ടറി ആയിരുന്നു. എൻട്രി ടൈം വന്നിട്ട് 10 to 6 ആണ്. ആൻഡ് എൻട്രി ചാർജ് ജസ്റ്റ് 50 rupees ഉള്ള അഡൽസിന്. അതും നമ്മുടെ ഈ ഫൺ ടോയ് ട്രെയിൻ റൈഡും ഇൻക്ലൂസീവ് ആയിട്ട്. എൻ്റെ ഡിസിഷനായിരുന്നു ഇങ്ങോട്ട് വരാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സൂപ്പർ പ്രൗഡായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് റെയിൽവേ മ്യൂസിയത്തിലാണ്. ദിസ് ഈസ് ലൈക്ക് അമേസിങ്. ഇവിടെ തന്നെ ചെറിയൊരു കഫേ ഉണ്ട്. ഒരു റെയിൽ കോച്ചിനെ എടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് മോഡലാക്കിയേക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് കയറാനുള്ള ടൈം കിട്ടിയില്ല, പക്ഷേ ലൈക്ക് അത് ഒത്തിരി നല്ലതാണെന്ന് അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറയാനാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനൊരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. കുട്ടികൾ ഇവിടെ വന്നാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കാരണം ഈ ട്രെയിൻ റൈഡ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ ഇവരുടെ കുട്ടി ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ്. പിന്നെ ഇവർക്ക് ഒരു എഡ്യൂക്കേഷണൽ രീതിയിൽ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. ലൈക്ക് ഇപ്പോൾ റെയിൽവേ ഗേറ്റിനെ പറ്റിയിട്ടാണെങ്കിലും റെയിൽവേ ട്രാക്കിനെ പറ്റിയിട്ടാണെങ്കിലും അതേപോലെ തന്നെ വിൻറ്റേജ് ലോക്കോമോട്ടീവ്, ടെലിഫോൺസ്, പഴയ കാലത്തെ ടെലിഫോൺസ്, അങ്ങനത്തെ അവിടെ ഒരു എക്സിബിഷൻ പോലെ തന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വോക്കി ടോക്കീസ്, വിൻറ്റേജ് റെയിൽവേ ലാമ്പ്, കെറോസിൻ ലാൻറ്റേൺസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു 2 hours നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ക്ലോസ് ചെയ്യാറായപ്പോഴായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളായിരുന്നു ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ 7 to 8 ഫുള്ള് ഇലൂമിനേറ്റ് ചെയ്ത് ഫുള്ള് ലൈറ്റൊക്കെ ആക്കിയിട്ട് അങ്ങനെ കാണാം എന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വന്ന് നമ്മൾ കുറച്ച് അന്വേഷിച്ചപ്പോഴായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു സാറ്റർഡേ ആയിരുന്നു. ഇത് സൺഡേസ് ആൻഡ് പബ്ലിക് ഹോളിഡേയ്സ് മാത്രമേ ആ ഒരു പരിപാടി ഉള്ളൂ എന്നുള്ളത് മനസ്സിലായത്. ഞങ്ങൾ വിചാരിച്ച വീക്കെൻഡ്സിൽ ലൈക്ക് സാറ്റർഡേ സൺഡേ അതുണ്ടാവും അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു സൈഡ് മാത്രം എങ്ങാണ്ടോ അവർ ലൈറ്റ് ചെയ്യായിരുന്നു. സോ നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് അതിൻ്റെ വേറൊരു ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് അതിനുശേഷം കുഞ്ഞൂസിന് വേറൊരു ബബിൾ ഗൺ വാങ്ങിച്ചു കൊടുത്തു. അത് അതും ലൈക്ക് എൻ്റെ ഡിസിഷനായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അടിപൊളി ഡിസിഷൻ. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനും അശ്വിനും കുഞ്ഞും നമ്മൾ മാറി മാറി അത് വെച്ചിട്ട് ഓരോന്ന് ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ ടൈം എടുത്തു. അവിടെ ഉള്ളിലെന്തോ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ഈ ലൈറ്റ് ഇവിടെ ഇലൂമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു അന്നത്തെ ഒരു ഡേ ഫുള്ളായിട്ട് നമ്മൾ. അതിനുശേഷം തിരിച്ച് ഓട്ടോയും പിടിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. So guys, thank you for watching this video and stay tuned for the last part of our Mysore video.